അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഇതായിരുന്നു. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഒരുപാട് പേരുണ്ട്. അപ്പം പലരും പിന്നെ ഓവർ വെയിറ്റ് കാരണം വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി പലരും പലതും ചെയ്തു നോക്കി. ചിലര് മെഡിസിൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലര് ജിമ്മില് ജോയിൻ ചെയ്തു വെയിറ്റ് കുറയ്ക്കാനായിട്ട്. അവര് ഡയറ്റിങ് എടുത്തു നോക്കി. എന്നിട്ടും വെയിറ്റ് കുറയാത്ത അവസ്ഥയിൽ നമ്മൾ പറയുന്നത് തലകുത്തി മറിഞ്ഞു. എന്തൊക്കെ ചെയ്തിട്ടും ഒരു രീതിയിലും വെയിറ്റ് കുറയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇവർ ഇത്രയൊക്കെ ചെയ്തിട്ടും ചിലരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ വെയിറ്റ് ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ ബാക്കി എല്ലാം എനിക്ക് ഓക്കെയാണ്. അപ്പൊ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു വെയിറ്റ് ലോസ് പറ്റാത്തത് എന്തുകൊണ്ടാണ്? പലരും ആ ഒരു സ്ട്രെസ്സിലാണ് ക്യാൻസൽ. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് ലോസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പം അപ്പോ പൊതുവെ കുറച്ച് തടിയൊക്കെ ഉള്ളവർ പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അല്ലെ. പലരും കളിയാക്കും. നമ്മുടെ നാട്ടിലൊക്കെ ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഏത് റേഷൻ കടയാണോ, എന്താ എത്ര തടി എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിൽ ഭയങ്കര വിഷമമാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ചിലർ ചെറുപ്പം മുതലേ നല്ല തടിയുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് ആ ചെറുപ്പം മുതൽ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റിട്ടുള്ള കളിയാക്കലുകളും വിഷമങ്ങളും ഒക്കെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഞാൻ ചെറുപ്പം മുതലേ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ തടിയാണ്, ഇതുമൂലം ആരെങ്കിലും ഒക്കെ കളിയാക്കിയിട്ടുണ്ട്, ആ വിഷമം അതൊന്നും നിങ്ങൾ ഓർത്തെടുക്കാൻ പോകരുത്. കാര്യം എന്താണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്, എന്റെ കൂട്ടുകാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പണ്ട് പിന്നെ എന്റെ ഫ്രണ്ട്സ് അത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയത്തില്ല ഇതിപ്പോ നടക്കുന്നതാണോ പണ്ട് സംഭവിച്ചാണോ എന്നൊന്നും അറിയില്ല. നിങ്ങൾ ആവർത്തിച്ച് ഈ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ മാനിഫെസ്റ്റ് ആവും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ കളിയാക്കിയതോ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് പാർട്ട്ണറിന് തടി കുറവായിരിക്കും. ഇപ്പൊ ഭർത്താവിന് വളരെ തടി കുറവായിരിക്കും, സ്ലിം ആയിരിക്കും. പക്ഷെ ഭാര്യ ഭയങ്കര തടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ചിലർ ബോഡി ഷേമിംഗ് ഒക്കെ ചെയ്യുന്ന കാണാം അല്ലെ. നമ്മുടെ ടെക് ട്രാവൽ ഈറ്റ്, ഞാൻ ആ ഒരു ചാനൽ ഇടയ്ക്ക് കാണാറുണ്ട്. കാര്യം ട്രാവലിംഗ് ഇഷ്ടമായതുകൊണ്ട്. അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ വൈഫ് ശ്വേതാ ഭക്തൻ എന്ന് പറഞ്ഞ പെൺകുട്ടി, അപ്പൊ അവൾക്ക് അത്യാവശ്യം നല്ല തടിയുള്ള പെൺകുട്ടിയാണ്. പക്ഷെ ആളെന്ത് ക്യൂട്ടാണ്, നല്ല ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടിയാണ്. എന്തൊക്കെ കമന്റുകളാണ് ആൾക്കാർ അത് ആ വീഡിയോയ്ക്ക് താഴെയൊക്കെ പോയി എഴുതി വെക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ടീച്ചറിനെ ഫോളോ ചെയ്യുന്ന ആരും അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഒരു മനുഷ്യനെയും ബോഡി ഷെയ്മിങ് ചെയ്യരുത്. നമ്മുടെ ഒരു വാക്കുകൊണ്ടോ ഒരു ചിന്ത കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ പോലും ഒരാൾക്കൊരു വേദന കൊടുക്കുന്ന പരിപാടി നമ്മൾ ചെയ്യരുത്. ഇതെല്ലാം കർമ്മ എഫക്റ്റിൽ വരും. ടീച്ചർ ലോ ഓഫ് കർമ്മയെ കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലെ. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളെയും അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് കളിയാക്കാനോ അവരെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പോകരുത്. ഇതെല്ലാം നമ്മുടെ കർമ്മഫലത്തിൽ ആഡ് ആവുന്നതാണ്. അപ്പൊ അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ ഇനി വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ തടിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നിട്ട് നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണ്? അയ്യോ, എനിക്ക് കൈയുടെ വണ്ണം വീണ്ടും കൂടിയോ അല്ലെ, ഹിപ്പിന്റെ വണ്ണം വീണ്ടും കൂടി, അല്ലെങ്കിൽ നേരത്തേനെക്കാട്ടി ഇപ്പം കൂടുതൽ തടിച്ചിട്ടുണ്ട്, എനിക്ക് പല ഡ്രസ്സുകളും ഇടാൻ പറ്റുന്നില്ല. കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് നമ്മൾ നമ്മുടെ കുറവുകളിലേക്കാണ് നോക്കുന്നതെങ്കിൽ അത് നമുക്ക് വർദ്ധിക്കും. അപ്പൊ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നിങ്ങൾ രാവിലെയുള്ള ഈ പരിപാടി നിങ്ങൾ നിർത്തണം. എന്താണ്? പോയി നിന്നിട്ട് എനിക്ക് തടി കൂടി, എന്റെ കൈവണ്ണം കൂടി, എന്റെ മുഖം ഇപ്പൊ കുറെ കൂടെ ചബ്ബിയായി, ഇപ്പം തടി കൂടിയിട്ടുണ്ട് നേരത്തേനെക്കാട്ടി, ഇപ്പൊ ഈ ഡ്രസ്സ് ഇടാൻ വയ്യ, ആ ഡ്രസ്സ് ഇടാൻ വയ്യ, ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ആണ്. ഇനി ചില ഡ്രസ്സ് ഇതിടുമ്പോൾ ഞാൻ കുറച്ച് സ്ലിം ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. നമ്മളിങ്ങനെ നമ്മളെ ആ ഒരു തടി ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകൾ, ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നമ്മുടെ ചിന്തകളൊക്കെ എന്താണ്? കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നമ്മൾ നോക്കുന്നത് എന്താ? നേരത്തേനെക്കാട്ടി എനിക്കിപ്പോ തടി കൂടിയോ അല്ലെ, ഈ ഡ്രസ് ഇട്ടപ്പോ കുറച്ച് മെലിഞ്ഞു തോന്നുന്നുണ്ടോ, അതോ വീണ്ടും തടി തോന്നുന്നുണ്ടോ? നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. എന്നിട്ട് നമ്മൾ അഫർമേഷനും ബാക്കിയുള്ള പ്രാക്ടീസും എല്ലാം ചെയ്ത് തലകുത്തി മറിഞ്ഞിട്ട് നമ്മൾ പറയും റിസൾട്ട് കിട്ടുന്നില്ല, ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വെയിങ് മെഷീൻ എടുത്ത് വെച്ചിട്ട് ചിലർക്ക് ഒരു പരിപാടിയുണ്ട്. രാവിലെ ആവുമ്പോൾ വെയിങ് മെഷീൻ എടുത്ത് വെച്ചിട്ട് നോക്കും. ഇല്ല, രാത്രിയിൽ നോക്കിയിട്ടായിരിക്കും കിടന്നത്. ഇനി രാത്രി കൊണ്ടങ്ങാനും പെട്ടെന്ന് മാജിക് സംഭവിച്ച് വെയിറ്റ് കുറഞ്ഞതിലെ പലരും ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ പലരും ചെയ്യുന്ന പരിപാടികളാണ്. വെയിങ് മെഷീൻ എടുത്ത് വെച്ചിട്ട് നോക്കും, വെയിറ്റ് വീണ്ടും 110 കിലോ. ഉള്ള മനസ്സമാധാനം മൊത്തം പോയി അല്ലെ. അപ്പൊ നമ്മൾ ആ വെയിങ് മെഷീനിൽ നമ്മൾ ആ കൊടുക്കുന്ന ഡിജിറ്റ്
ആ കാണുന്ന ആ കാര്യം നമ്മുടെ സബ് മൈൻഡിലേക്ക് പോവും. നമ്മൾ സ്ഥിരമായിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയണം, 110 കിലോ 110 ഇതിങ്ങനെ മനസ്സിലേക്ക് കയറിപ്പോവും. സബ് മൈൻഡിലേക്ക് പോയി അത് പതിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് വരുമോ? അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോ പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളും അതുപോലെ തന്നെ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന നെഗറ്റീവ് ചിന്തകളും ഒക്കെ നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസിന് നമ്മളെ സഹായിക്കില്ല. നമ്മുടെ ഈ ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു മാനിഫെസ്റ്റേഷന് എതിര് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ പുറത്തു പോയിട്ട് KFC ഓർഡർ ചെയ്തു. KFC വന്നു. അപ്പൊ മനസ്സിൽ KFC ഇങ്ങനെ കഴിക്കാൻ ഒരു ചിക്കൻ കാലെടുത്ത് കയ്യിൽ വെച്ചോണ്ടിരിക്കുക. അപ്പോഴും മനസ്സിൽ വരുന്ന ചിന്ത എന്താ? ദൈവമേ, ഇതിനകത്ത് ഇത്ര പിന്നെ ഫാറ്റ് ഉണ്ട്, ഇതിനകത്ത് ഇത്ര ഇന്നതുണ്ട്, എനിക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാലും എനിക്ക് പിന്നെ എന്റെ വെയിറ്റ് കൂടുവോ? ഈ നമ്മൾ ആ ഫുഡിലേക്ക് കൊടുക്കുന്ന വൈബ്രേഷൻ എന്താണ്? ഓരോ ഫുഡിനും ഓരോ വൈബ്രേഷനാണ്. എല്ലാ ഫുഡിനും ഒരേ വൈബ്രേഷനാണ്. ടിൻ ഫുഡിന് ഒരു വൈബ്രേഷനാണ്, ഈ ഫ്രൈഡ് ഫുഡിന് ഒരു വൈബ്രേഷനാണ്. അപ്പൊ ഓരോ ഫുഡിനും ഓരോ വൈബ്രേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഫുഡിലേക്ക് കൊടുക്കുന്ന വൈബ്രേഷൻ എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇപ്പൊ ഫ്രൈഡ് ചിപ്സ് നമ്മൾ കഴിക്കുകയാണോ, ഇതൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തടി കൂടും. നമ്മൾ ഇത് പറഞ്ഞ് നമ്മൾ ആ ഒരു തോട്ടാണ് കൊടുക്കുന്നെങ്കിൽ നമ്മളിൽ നിന്ന് ആ ഫുഡിലേക്ക് പോകുന്ന വൈബ്രേഷൻ എന്താണ്? നമ്മൾ ആ ഫുഡിന് കൊടുത്ത വൈബ്രേഷൻ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ തടി കൂടും. നിങ്ങൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചിലർക്ക് വെറൈറ്റി ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? തട്ടുകടയിലൊക്കെ പോയിട്ട് ടേസ്റ്റ് ചെയ്യുക, അതുപോലെ 5 സ്റ്റാർ ഹോട്ടലിൽ ഇതൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഫുഡിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോരോ വെറൈറ്റി ഫുഡുകൾ കഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. പക്ഷെ തായ്ലൻഡ് പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഫുഡൊന്നും ഇനി നമുക്ക്, നിങ്ങൾ പിന്നെ അവിടുത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതൊക്കെ ഉണ്ടല്ലോ, പിന്നെ കരിന്തേള്, പിന്നെ പുൽച്ചാടി, പുഴുവൊക്കെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ പിന്നെ മറ്റേ ഇതില്ലേ KFC-യുടെ കൂടെ കിട്ടുന്ന മറ്റേ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ ആൾക്കാർ കടിച്ചു കഴിച്ച് തിന്നും. നമുക്കത് കാണുമ്പോൾ എനിക്ക് അവിടെ പോയിട്ട് അവിടെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. അവരുടെ രണ്ട് കാര്യത്തിലാണ് ബുദ്ധിമുട്ട് വന്നു. ഒന്ന് അവരുടെ ലാംഗ്വേജും, രണ്ട് അവരുടെ ഭക്ഷണം. എല്ലാ ഭക്ഷണം നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് ഇങ്ങനെയുള്ള തേളും ഇതൊന്നും കഴിച്ച് പുഴുവൊന്നും കഴിച്ച് നമുക്ക് ശീലമില്ല. അതുകൊണ്ട് നമുക്കതൊന്നും ഇഷ്ടപ്പെടില്ല. പിന്നെ കുറെ ഫുഡൊക്കെ കുഴപ്പമില്ല. അപ്പോൾ നമ്മള് ഞാൻ അങ്ങനെ വെറൈറ്റി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളും അതുപോലെ പലരും, മിക്കവർക്കും അങ്ങനെയൊക്കെ ഇഷ്ടമായിരിക്കും അല്ലെ? പുതിയ പുതിയ ഫുഡൊക്കെ കഴിച്ചു നോക്കാം. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ, ഇപ്പൊ വീട്ടിലായാലും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭക്ഷണം ഇപ്പൊ വീട്ടിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം ഭക്ഷണം പാചകം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മെയ്ഡ് ഉണ്ടെങ്കിൽ അവരായിരിക്കാം ഭക്ഷണം കുക്ക് ചെയ്യുന്നത്. ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ ആ ഭക്ഷണത്തിലേക്ക് കൊടുക്കുന്ന വൈബ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. നിങ്ങൾ ആ ഭക്ഷണത്തിലേക്ക് പോസിറ്റീവ് വൈബ്രേഷൻ മാത്രം കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പൊ എന്റെ വീട്ടിൽ മെയ്ഡാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടി മേ ബി എന്തെല്ലാം നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഭക്ഷണം പാചകം ചെയ്യുന്ന. ആ കുട്ടിയുടെ ലൈഫിലെ സ്ട്രഗിൾസ്, പ്രശ്നങ്ങള് അല്ലെ, എന്തൊക്കെ നെഗറ്റീവ്. അപ്പൊ ഇതെല്ലാം ആ തോട്ട് പ്രോസസ്, നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ആ ചിന്തകളുടെ എനർജി മുഴുവൻ എവിടേക്ക് പോകും? ഭക്ഷണത്തിലേക്ക് പോകും. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്യില്ലേ. നമ്മളുടെ ആ നെഗറ്റീവ് തോട്ട് പ്രോസസിന്റെ വൈബ്രേഷൻ മുഴുവൻ ഭക്ഷണത്തിലേക്ക് പോകും. നമ്മുടെ ആങ്കറും ഫ്രസ്ട്രേഷനും ദേഷ്യവും എല്ലാം അതിലേക്ക് പോയി ആ കഴിക്കുന്ന ആൾക്കാരിലേക്ക് മൊത്തം ചെല്ലുന്ന വൈബ്രേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഫുഡും വാട്ടറും അതിന്റെ വൈബ്രേഷൻ ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കൂ. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ആ ഭക്ഷണത്തിൽ നോക്കി ഓപ്പണോ പോണോ പ്രയർ ചെയ്യണം. ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അങ്ങനെ കുറെ തവണ ചെയ്ത് ആ ഭക്ഷണത്തിന്റെ എനർജി ക്ലീൻ ചെയ്തിട്ട് മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. അതുപോലെ മെയ്ഡ് കുക്ക് ചെയ്യുന്ന ഭക്ഷണമാണെങ്കിൽ അറിയില്ല നമുക്ക് അവരെന്തൊക്കെ ചിന്തിച്ചിട്ടാണ് ആ ഭക്ഷണം കുക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും അതിങ്ങനെ മുമ്പിൽ എടുത്ത് വെച്ചിട്ട് മനസ്സിലാതെ ചൊല്ലിയതിനു ശേഷം മാത്രമാണ് അതിന്റെ വൈബ്രേഷൻ ക്ലീൻ ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ പുറത്ത് പോയിട്ട് നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്ത് ഭക്ഷണം വരുന്ന ഉടനെ നമ്മൾ പെട്ടെന്ന് ആക്രാന്തം പിടിച്ച് നമ്മൾ അത് കഴിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആ ഭക്ഷണം മുമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് അതിലേക്ക് കൊടുക്കുന്ന വൈബ്രേഷൻ, പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ അതിലേക്ക് കൊടുത്ത് ആ
അതിലുള്ള നെഗറ്റീവ് വൈബ്രേഷൻ ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ആ ഭക്ഷണം കഴിക്കാനുണ്ട്. ഹോ ഓപ്പണോപ്പോണോ പ്രയറിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സുജാർ മോഹൻ ഹോ ഓപ്പണോപ്പോണോ പ്രയർ എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കി അതെന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതൊരു വലിയ ടോപ്പിക്, അതൊന്നും പറഞ്ഞാൽ തീരില്ല. ഓക്കെ, അപ്പോ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിന്റെ ആ ഒരു വൈബ്രേഷൻ ഹീൽ ചെയ്തിട്ട് മാത്രം നിങ്ങൾ കഴിക്കാനായിട്ട് അതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് എന്തൊക്കെ നെഗറ്റീവ് ചിന്തിച്ചിട്ടുണ്ടാവണം എന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ഫുഡ് നിങ്ങൾ ഹോ ഓപ്പണോപ്പോണോ പ്രയർ ചെയ്ത് അതിന്റെ പിന്നെ എനർജി ഒന്ന് ഹീൽ ചെയ്തിട്ട് വേണം, നെഗറ്റീവ് എനർജി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്നും പോകുന്ന തോട്ട് അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ കഴിക്കുന്ന ഭക്ഷണം അമൃതാണ്. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഭക്ഷണത്തിൽ ഈ ഒരു വൈബ്രേഷൻ ഒന്ന് ഇട്ട് നോക്കേ, ഞാൻ കഴിക്കുന്ന ഭക്ഷണം അമൃതാണ്. ഈ ഭക്ഷണം എനിക്ക് പെർഫെക്റ്റ് ഹെൽത്ത് തരുന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. ഇങ്ങനത്തെ അഫർമേഷൻ പറഞ്ഞു നോക്കി. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മളെന്ത് പറയും? എന്റെ ഈ ഭക്ഷണം അമൃതാണ്. അതുപോലെ ഈ ഭക്ഷണം എനിക്ക് പെർഫെക്റ്റ് ഹെൽത്ത് തരുന്നതിന് നന്ദി, എന്റെ ബോഡി വെയിറ്റ് പെർഫെക്റ്റ് ആയിരിക്കുന്നതിന് നന്ദി. ഇത്രയും നിങ്ങൾ പറഞ്ഞു എഴുതി വെച്ചോ. ഞാൻ കഴിക്കുന്ന ഭക്ഷണം അമൃതാണ്. ഈ ഭക്ഷണം എനിക്ക് പെർഫെക്റ്റ് ഹെൽത്തും പെർഫെക്റ്റ് ബോഡി ഷേപ്പും തരുന്നതിന് നന്ദി. അല്ലെങ്കിൽ പെർഫെക്റ്റ് ബോഡി വെയിറ്റ്, പെർഫെക്റ്റ് ബോഡി ഷേപ്പ് വേണ്ട, പെർഫെക്റ്റ് ബോഡി വെയിറ്റും തരുന്നതിന് നന്ദി. ഞാൻ കഴിക്കുന്ന ഭക്ഷണം അമൃതാണ്. ഈ ഭക്ഷണം എനിക്ക് പെർഫെക്റ്റ് ഹെൽത്തും പെർഫെക്റ്റ് ബോഡി വെയിറ്റും തരുന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന അഫർമേഷൻ പറഞ്ഞിട്ട് നിങ്ങൾ കഴിക്കാൻ നോക്കി. ഇനി മുതൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഭക്ഷണം കഴിക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക. ഈ ഭക്ഷണം എന്റെ എനർജി ഉയർത്തും, ഇതെന്നെ കൂടുതൽ എനർജറ്റിക് ആക്കും, ഇതെന്നെ പവർഫുൾ ആക്കും, ഇതെന്നെ കൂടുതൽ സുന്ദരിയാക്കും അല്ലെങ്കിൽ സുന്ദരനാക്കും. വേണ്ടുന്നത് പറയൂ. ഭക്ഷണം എടുത്ത് വെച്ചിട്ട് ആവശ്യമില്ലാത്ത നെഗറ്റീവ്, ഇതിനകത്ത് ഇത്ര കലോറി ഉണ്ട്, ഇത് ഇത്ര കഴിച്ചാൽ ഇത്രയും ഫാറ്റ് കൂടും, ഇതെന്റെ വെയിറ്റ് കൂട്ടും എന്ന് പറഞ്ഞ് നെഗറ്റീവ് വൈബ്രേഷൻ ആ ഭക്ഷണത്തിലേക്ക് കൊടുക്കാതെ പോസിറ്റീവ് വൈബ്രേഷൻ ആ ഭക്ഷണത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഭക്ഷണം എന്റെ എനർജി ഉയർത്തും, ഇതെന്നെ കൂടുതൽ എനർജറ്റിക് ആക്കും, പവർഫുൾ ആക്കും, ഇതെന്റെ പെർഫെക്റ്റ് ബോഡി വെയിറ്റ് തരും, ഇതെന്നെ പെർഫെക്റ്റ്ലി ഹെൽത്തി ആക്കും, ഇതെന്നെ പെർഫെക്റ്റ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും എന്നൊക്കെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ വേണം നിങ്ങൾ ഭക്ഷണത്തിലേക്ക് കൊടുക്കാൻ. ക്ലിയർ? ഇനി മുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കാം. പിന്നെ ചിലർ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചിലര് ഭക്ഷണം ഈ ചിലർ പറയുന്ന ഒരു ഡയലോഗ് നിങ്ങളിൽ മിക്കവരും ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം. ചിലർ പറയുന്ന കേട്ടില്ലേ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് തടിയുള്ളവരാ, എന്റെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഞങ്ങള് അപ്പച്ചിമാർക്കൊക്കെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് തടിയുള്ളവരാ, അപ്പൊ പിന്നെ എനിക്കും തടി കാണും. ചിലർ പറയാറില്ലേ, ചിലർ പറയും, നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ പറയുമ്പോ ലോ ഓഫ് അട്രാക്ഷനിലെ നമ്മൾ ഈ അഫർമേഷൻ എന്ന് പറയുന്നത് ബോധപൂർവം ക്രിയേറ്റ് ചെയ്ത് പറയുന്ന പോസിറ്റീവ് സെന്റൻസ് മാത്രമല്ല അഫർമേഷൻ. പൊട്ടത്തരത്തിന് ഈ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം അഫർമേഷൻ പോലെ വർക്ക് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ എന്താ പറയുന്നത്? പച്ചവെള്ളം കുടിച്ചാലും ഞാൻ തടിച്ചേ ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങള് ഇങ്ങനെ ഈ ഡയലോഗ് നിങ്ങൾ കേട്ടോ, ഞാൻ പച്ചവെള്ളം കുടിച്ചാലും തടിക്കും. അത് തന്നെ സംഭവിക്കും. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം എന്താ സംഭവിക്കും? നമ്മൾ എന്താണ് ആവർത്തിച്ച് പറയുന്നത്, നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്, അത് തന്നെ സംഭവിക്കും. പച്ചവെള്ളം കുടിച്ചാൽ ഞാൻ തടിക്കും എന്നാണ് ഒരു വ്യക്തി നിരന്തരം പറയുന്നത്. ഒരു എത്രയോ തവണ അവര് അത് അഫർമേഷൻ പോലെ റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പൊ ശരിയാ, എന്ത് കഴിച്ചാലും അവര് തടിച്ചു തന്നെ ഇരിക്കും. ഇനി ചിലര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് തടിയുള്ളവരാ, ഞങ്ങളുടെ തടി കുറയില്ല എന്നൊക്കെ പറയും. അതും എന്ത് സംഭവിക്കും? റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോ അത് മാനിഫെസ്റ്റ് ആവും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മൾ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ച് പറയണം. പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെലിഞ്ഞ് നൂല് പോലായിരിക്കും ഇരിക്കുന്നത്. കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോലെ ഒരു പ്ലേറ്റ് ചോറും കറിയും എല്ലാം എടുത്ത് വെച്ച് നല്ല സ്റ്റൈലായിട്ട് അവര് കഴിക്കും. അവര് കണ്ട ഫ്രൈഡും കഴിക്കും, KFCയും കഴിക്കും, കൊക്കക്കോളയും കുടിക്കും, എല്ലാ സംഭവങ്ങളും പിന്നെ എല്ലാ ഫാസ്റ്റ് ഫുഡും എല്ലാം എൻജോയ് ചെയ്യും. പക്ഷെ അവരിങ്ങനെ ഇരിക്കുന്ന കാര്യം എന്താ? അവര് പറയുന്ന ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ എന്ത് കഴിച്ചാലും ഞാൻ സ്ലിം ആൻഡ് ഫിറ്റ് ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോ നമ്മൾ എവിടെയാ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പറയുന്ന പൊട്ടത്തരത്തിന് പറയുന്ന വാക്കുകൾ. ആ മെലിഞ്ഞിരിക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചപ്പോ അവര് ഞാൻ എന്ത് കഴിച്ചാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, ഞാൻ എത്ര ഭക്ഷണം കഴിച്ചാലും ഞാൻ തടി വെക്കത്തില്ല, ഞാൻ സ്ലിം ആൻഡ് ഫിറ്റ് ആയിട്ടിരിക്കും. അവരുടെ ആ പറച്ചിൽ, അവര് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ, വാട്ട് എവർ യു സീ, വാട്ട് എവർ യു സ്പീക്ക്, വാട്ട് എവർ യു ഹിയർ യു വിൽ അട്രാക്ട് എന്ന് പറയാം. അപ്പൊ നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തായി മാറും? ഒരു അഫർമേഷൻ പോലെ വർക്ക് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി അത് റിയാലിറ്റി ആയി. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം?
ചില ആൾക്കാർ ജിമ്മിൽ പോകുന്നില്ല, ചിലർ ഒരു വർക്കൗട്ടും ചെയ്യുന്നില്ല, യോഗ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അവർക്കൊക്കെ പെർഫെക്റ്റ് വെയിറ്റ് മെയിൻറ്റെയിൻ ആയി പോകുന്നുണ്ട്. അപ്പൊ അവരുടെ തോട്ട് പ്രോസസ് ആ രീതിയിലായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ നമ്മള് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് നമ്മുടെ സെൽഫ് ലവ്. നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മളെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക, നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക. ചിലർക്കാണെങ്കിൽ കുറച്ച് തടിയൊക്കെ കൂടുതലാണെങ്കിൽ മനസ്സിൽ എപ്പോഴും ഒരു ചിന്തയായിരിക്കും, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ അത്ര പോരാ, എന്നെ അത്ര കൊള്ളില്ല, ഞാൻ ഇച്ചിരി തടി കൂടുതലാണ്, അതുകൊണ്ട് മറ്റുള്ളവരൊന്നും എന്നെ ഇഷ്ടപ്പെടില്ല, അവരൊക്കെ എന്നെ എപ്പോഴും കളിയാക്കും. പണ്ട് ഞാൻ ഇതുപോലെ നല്ല ഹൈറ്റ് ആയിരുന്നു, മെലിഞ്ഞ് ഒരു പെൻസിൽ പോലെ ആയിരുന്നു. അപ്പോഴൊക്കെ ടീനേജ് ടൈമിലൊക്കെ എന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഷോവും ഹൈറ്റ് കൂടുതലാന്ന് ആരെങ്കിലും കളിയാക്കോ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അത് തന്നെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ തടിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും, ഇനി ആരെങ്കിലും കളിയാക്കോ, ഞാൻ ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഇന്നാർ എന്നെ കുറിച്ച് എന്തായിരിക്കും പറയുക, അല്ലെ കല്യാണത്തിന് ഞാൻ സാരിയെ കൊടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് തടി തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ പറ്റി എന്തായിരിക്കും. നമ്മുടെ ഈ ചിന്തയാണ് എല്ലാം പ്രശ്നം. പിന്നെ ചിലരുടെ പ്രശ്നമാണ് ഇമോഷണൽ ഈറ്റിംഗ്. ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ വലിച്ചുവാരി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, തടി വെച്ചുകൊണ്ടിരിക്കും. ഭക്ഷണം വേണ്ടിയിട്ടൊന്നുമല്ല, വിശന്നിട്ടൊന്നുമല്ല, പക്ഷെ എന്താണ് ആ സ്ട്രെസ് മുഴുവൻ ആ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അവർ മാറ്റുന്നത്, ഒരു ഇമോഷണൽ ഈറ്റിംഗ്. അപ്പൊ അതും നമ്മൾ ഒഴിവാക്കണം. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക. നമ്മൾ ഏത് രൂപത്തിലാണോ, നിങ്ങൾ ഏത് രൂപത്തിലാണോ, തടി ഉണ്ടോ തടി ഇല്ലയോ എങ്ങനെയാണോ, ആ രൂപത്തിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ ഇഷ്ടപ്പെടുക. നമ്മളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുക, നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആക്കുകയും ചെയ്യാം. നിങ്ങൾ ഫുഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബെസ്റ്റ് ആക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യമില്ലാത്ത നെഗറ്റീവ് വൈബ്രേഷൻ അതിനകത്തേക്ക് കൊടുക്കാതിരിക്കുക. നമ്മൾ ഈ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി കിടന്ന് ഹാർഡ് വർക്ക് ചെയ്ത് തലകുത്തി മറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കും. നിങ്ങൾ പിന്നെ ജിമ്മിൽ പോയിട്ടും യോഗ ചെയ്തിട്ടും എക്സർസൈസ് ചെയ്തിട്ടും ഡയറ്റിങ് ചെയ്തിട്ടും പല കാര്യങ്ങൾ ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ ശരിയല്ല, ചിന്തകൾ ശരിയല്ല, ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ. നിങ്ങൾ ഇപ്പോഴും ഓവർ വെയിറ്റ് ആണ്, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്താ എന്റെ തടി കുറയാത്തത്, ഇങ്ങനെയാണ് അങ്ങനെ നെഗറ്റീവായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വെയിറ്റ് ലോസ് നടക്കുക. ഞാൻ എന്ത് ഫുഡ് കഴിച്ചാലും ഞാൻ സ്ലിം ആൻഡ് ഫിറ്റ് ആയിട്ടിരിക്കും എന്ന അഫർമേഷൻ ഇട്ട് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു നോക്കുക. അപ്പൊ യോഗ ചെയ്യണ്ട, അല്ലെങ്കിൽ വർക്കൗട്ട് മോശമാണ്, നിങ്ങൾ ഡയറ്റ് എടുക്കണ്ട എന്നൊന്നുമല്ല പറഞ്ഞു, എല്ലാം ചെയ്യാം. അതിനോടൊപ്പം നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ തോട്ട് പ്രോസസ്സും കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ തോട്ട് പ്രോസസ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുന്നുള്ളതല്ല, നമ്മുടെ തോട്ട് പ്രോസസ്സിനനുസരിച്ചാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പെർഫെക്റ്റ് വെയിറ്റ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിഷ്വലൈസേഷൻ ചെയ്യണം. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. എങ്ങനെയാ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്? നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം, നിങ്ങൾ തടിയൊക്കെ കുറഞ്ഞ് വളരെ സ്ലിം ആൻഡ് ഫിറ്റ് ആയിരിക്കുന്നു, കറക്റ്റ് പെർഫെക്റ്റ് ബോഡി വെയിറ്റ്. ഇപ്പോ എന്റെ ഹൈറ്റ് 168 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നത്, അപ്പൊ 68 ആണ് എന്റെ ബോഡി വെയിറ്റ്. എന്റെ ബോഡി വെയിറ്റ് 68 kg എത്തിയിരിക്കുന്നു. ഞാൻ വെയിങ് മെഷീനിൽ കയറുന്നു നോക്കുന്നു, അപ്പൊ അതിനകത്ത് എഴുതി കാണിക്കുന്നു 68. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് ബോഡി, അതായത് നിങ്ങൾ കറക്റ്റ് വെയിറ്റ് ലോസ് ഒക്കെ ആയി, നിങ്ങൾക്ക് എത്ര വെയിറ്റിലേക്കാണ് എത്താനുള്ളത് അത്ര ആയി എന്ന് മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങളുടെ ആ ഒരു പെർഫെക്റ്റ് രൂപം നിങ്ങൾ മനസ്സിലൊന്ന് കാണും. കണ്ടോ? യെസ്. ഇനി നിങ്ങൾ വെയിങ് മെഷീനിലേക്ക് കയറി നിൽക്കുന്നത് നോക്കൂ. വെയിങ് മെഷീനിൽ എഴുതി കാണിക്കുന്ന ഡിജിറ്റ് കണ്ടോ? നിങ്ങൾക്ക് വേണ്ട ആ പെർഫെക്റ്റ് വെയിറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആകുന്നു, അത് മനസ്സിൽ കണ്ടേ? യെസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ധരിക്കുന്നു. നിങ്ങൾ ഇപ്പൊ XXL ആണെങ്കിൽ XL ഡ്രസ്സ്, അല്ലെങ്കിൽ XL ആണെങ്കിൽ മീഡിയം, അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട അളവിലുള്ള ഡ്രസ്സൊക്കെ ധരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാ ഡ്രസ്സുകളും ധരിക്കാൻ പറ്റുന്നു. നിങ്ങൾ നല്ല സ്ലിം ആൻഡ് ഫിറ്റ് ആയിരിക്കുന്നു. എവിടെ പോകുമ്പോഴും ആൾക്കാർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എല്ലാവരും കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്ത് എല്ലാവരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓ, യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ, നീ ഈ ഒരു ബോഡി വെയിറ്റിൽ ഭയങ്കര സൂപ്പർ ആയിരിക്കും, എന്ത് പെർഫെക്റ്റ് ബോഡി ഷേപ്പ് ആണ്, അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ, നിന്നെ ഇപ്പൊ കാണാൻ സൂപ്പർ ആണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ഒക്കെ നിങ്ങളെ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ഒക്കെ നിങ്ങളെ കാണുമ്പോൾ വാവ്, യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ, ഭയങ്കരമായിട്ട് നീ സുന്ദരിയായല്ലോ അല്ലെങ്കിൽ സുന്ദരനായല്ലോ, നിന്റെ ബോഡി വെയിറ്റ് ഒക്കെ കുറച്ചിപ്പോ സ്ലിം ആൻഡ് ഫിറ്റ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന മനസ്സിൽ കണ്ടേ? യെസ്. നിങ്ങൾക്ക് ആഗ്രഹം ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ധരിച്ച് നിങ്ങൾ അതിനകത്തൊക്കെ വളരെ നല്ല കോൺഫിഡൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ ഷോപ്പിംഗ് മോളിലും പലയിടത്തും ഒക്കെ കറങ്ങാനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ആ ഒരു പെർഫെക്റ്റ് ബോഡി ഷേപ്പിലെത്തി.
ആ ഒരു പെർഫെക്റ്റ് ബോഡി വെയിറ്റിലെത്തി നിങ്ങൾ ദിവസവും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്തേ. യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ഇൻ ദാറ്റ് പെർഫെക്റ്റ് ബോഡി വെയിറ്റ് അല്ലെ? എല്ലാവരും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറും നിങ്ങളുടെ മക്കളും വീട്ടിലുള്ളവരൊക്കെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടേ. യെസ്, ഇപ്പോഴത്തെ ഈ ഒരു പെർഫെക്റ്റ് ബോഡി വെയിറ്റിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു, അടിപൊളിയായിരിക്കുന്നു, സൂപ്പർ ആയിരിക്കുന്നു. നിങ്ങൾക്ക് ആരിൽ നിന്നൊക്കെ അപ്രീസിയേഷൻ കിട്ടാമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നവരൊക്കെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടേ. കണ്ണു തുറക്കൂ. യെസ്, അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യണം? വിഷ്വലൈസേഷൻ ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, എന്നിട്ട് അതിനൊരു ഡേ ഡ്രീമിങ്ങിലേക്ക് മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ വീട്ടിലുള്ള വേറെ ആരൊക്കെയാണ് അവരൊക്കെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഫ്രണ്ട്സ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ കൊളീഗ്സ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കാണണം. കുറേ ദിവസം നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ റിയാലിറ്റി അതായി മാറും. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ വിഷ്വലൈസേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ചില ആളുകളുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഈ പ്രാക്ടീസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഡയറ്റിംഗ് ഒക്കെ എടുത്തിട്ട് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്തേ പറ്റൂ, എനിക്ക് എങ്ങനെയും വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരൊറ്റ ഗോൾ ഇങ്ങനെ പിടിച്ചിരിക്കുക. അതിനകത്തോട്ട് ഭയങ്കരമായിട്ട് ഡെസ്പറേഷൻ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അത് അവർക്ക് ഭയങ്കര സ്ട്രെസ് കൊടുക്കും. അങ്ങനെ നമ്മൾ അപ്പോഴവിടെ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് വരും. ചില ഗോളുകൾ നടക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് അതിനകത്തോട്ട് പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് വരും. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഡെയിലി വിഷ്വലൈസ് ചെയ്യുക. അഫർമേഷൻ എങ്ങനെ പറയേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അഫർമേഷൻ പറയുക. നിങ്ങളെ തന്നെ അത്രയും സ്ലിം ആൻഡ് ഫിറ്റ് ആയിട്ട് നിങ്ങളുടെ കറക്റ്റ് പെർഫെക്റ്റ് ബോഡി വെയിറ്റിലേക്ക് എത്തിയതായിട്ട് മനസ്സിൽ നിരന്തരം ചിന്തിച്ചിട്ട് പിന്നെ ഈ ഒരു കാര്യം മനസ്സിൽ നിന്ന് വിട്ടേക്ക്. നിങ്ങൾ എന്താകാൻ ആഗ്രഹിച്ചു, എത്ര ബോഡി വെയിറ്റ് ആകാൻ ആഗ്രഹിച്ചു, ഈ നിമിഷം മുതൽ നിങ്ങൾ അങ്ങ് ആക്ട് ചെയ്യുക. ആക്ട് ആസ് ഇഫ് എന്താണ്, നിങ്ങൾ ആ വീട്ടിൽ എത്തിച്ചേർന്നു. ഇനി മുതൽ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ആവശ്യമില്ലാത്ത ചിന്തകൾ ചിന്തിക്കുന്ന ഒഴിവാക്കുക. മിററിൽ രാവിലെ ഒരുങ്ങാനായിട്ട് ഒരു പ്രാവശ്യം നോക്കുക, അതും ഫേസിൽ മാത്രം നോക്കി. നിങ്ങൾ കൂടുതൽ ബോഡിയിൽ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ ബോഡിയിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക. വീണ്ടും നിങ്ങൾ ബോഡിയിൽ ഇങ്ങനെ കണ്ണാടിയിൽ ഇങ്ങനെ കാണുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഫേസ് ഒന്ന് ഒരുങ്ങാൻ നേരം കണ്ണാടിയിൽ നോക്കുക. കൂടുതൽ സമയം ഈ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ടുള്ള കസർത്ത് നിങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ ഒരു രൂപം സങ്കല്പിക്കുക. വളരെ സ്ലിം ആൻഡ് ട്രിമായിട്ടുള്ള നല്ല ഒരു പെർഫെക്റ്റ് ബോഡി വെയിറ്റിലേക്ക് എത്തിയ ഒരു രൂപം നിങ്ങൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും അത് തന്നെ മനസ്സിൽ കണ്ട് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ എന്താണ് അത് വിഷ്വലൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അങ്ങ് ലെറ്റ് ഗോ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓർക്കും മാത്രമേ ചിന്തിക്കുക. അല്ലാണ്ട് ഈ വെയിറ്റ് ലോസിന് ഏറ്റവും മെയിൻ ഗോൾ ആക്കി എടുത്ത് അതിനകത്ത് ഭയങ്കര സ്ട്രെസ് ക്രിയേറ്റ് ചെയ്താൽ അവിടെ റെസിസ്റ്റൻസ് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഇതൊരു ഫൺ പ്രോസസ്സ് പോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി എക്സർസൈസ് ചെയ്യണം. നിങ്ങൾ പ്രോപ്പർ ഡയറ്റ് എടുക്കണം. യോഗ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം, ജിമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഒക്കെ നല്ലതാണ്. പക്ഷെ അതിനെയൊക്കെ ഒരു ഫൺ വേയിൽ എടുക്കണം. അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പണ്ട് യോഗ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ കുറെ പേര് വരും. അവര് വന്നിട്ട് പറയും, ടീച്ചറെ നമ്മൾ ഇത്ര ദിവസമായിട്ട് പിന്നെ വർക്കൗട്ട് ചെയ്യുന്നു, നമുക്ക് തടിയൊന്നും കുറയുന്നില്ലല്ലോ, ഇവിടെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ട് ആർക്കെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ചിന്ത മൊത്തം നെഗറ്റീവാ. പിന്നെ എങ്ങനെയാ അവർക്ക് വെയിറ്റ് കുറയുക? അതായത് വെയിറ്റ് കുറയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്താൽ നമ്മുടെ വെയിറ്റ് കുറയില്ല. നമ്മൾ വിശ്വസിക്കുക, ഞാൻ എന്റെ പെർഫെക്റ്റ് ബോഡി വെയിറ്റിലാണ് എന്ന് വിശ്വസിച്ചിട്ട് ഒരു ഫൺ പ്രോസസ്സ് പോലെ, ഫൺ ആക്ടിവിറ്റി പോലെ നിങ്ങൾ ജിമ്മും വർക്കൗട്ടും യോഗയോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾ ചെയ്യുക. മനസ്സിലാവുന്നു? അല്ലാതെ തടി കുറയ്ക്കണം എന്നുള്ള ഇന്റൻഷനിൽ പോയിട്ട് എനിക്ക് ഓരോ ദിവസവും അളന്ന് നോക്കി എനിക്ക് കുറയുന്നില്ല. നമ്മൾ അങ്ങനെ സ്ട്രെസ് അടിച്ച് ഈ വർക്കൗട്ടും ഈ ഡയറ്റിങ്ങും ഒന്നും എടുത്താൽ നടക്കില്ല. മനസ്സിന്റെ കളിയാ. ടീച്ചർ എങ്ങനെയാണ് പെർഫെക്റ്റ് ഹെൽത്ത് മാനിഫെസ്റ്റ് ചെയ്തെന്നുള്ളത് പറഞ്ഞു തന്നിട്ടില്ലേ? ഞാൻ അത്രയും ഹെൽത്തി ആണെന്ന് ഉറച്ച് വിശ്വസിച്ചു. അതിനുവേണ്ടി അങ്ങനെ മനസ്സിൽ എപ്പോഴും വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ് നേടിയത്. അതുപോലെ നിങ്ങൾ ആ ഒരു ഇഷ്ടപ്പെട്ട ബോഡി വെയിറ്റിലേക്ക് എത്തിയതായിട്ട് എപ്പോഴും ചിന്തിക്കും. അപ്പോ നമുക്കറിയാം ഈ ഭൂമിയിലുള്ളതെല്ലാം വൈബ്രേഷൻ. ഫുഡും ഒരു വൈബ്രേഷൻ. അപ്പൊ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ആ വൈബ്രേഷൻ അതിനകത്തേക്ക് കൊടുക്കുന്നത് കറക്റ്റ് ആക്കുക. ഇത് കഴിച്ച തടി കൂടും, അത് കഴിച്ച തടി കൂടും എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇനി നിങ്ങളുടെ വീട്ടിലും ആരെങ്കിലും ഒക്കെ കുറച്ച് പിന്നെ ഓവർ വെയിറ്റ് ഉള്ളവരാണ്, അവരെന്തെങ്കിലും ഭക്ഷണം കഴിക്കും, അത് കഴിക്കല്ലേ, അത് കഴിച്ച തടി കൂടും, ചോറ് കഴിക്കല്ലേ, ഇത്ര കഴിക്കല്ലേ. നമ്മൾ അതിനകത്തേക്ക് ആ ഫുഡിനകത്തേക്ക് കൊടുക്കുന്ന വൈബ്രേഷൻ എന്താ? നെഗറ്റീവ് വൈബ്രേഷൻ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഈ തോട്ട് പ്രോസസ്സ് നമ്മൾ മാറ്റണം.
അപ്പൊ ഓരോ ഫുഡിനും ഓരോ വൈബ്രേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ വൈബ്രേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന വൈബ്രേഷൻ എന്തായിരിക്കണം? നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ ആയിരിക്കും. നിങ്ങൾ ഏത് ഭക്ഷണം കഴിക്കാൻ എടുത്താലും നിങ്ങൾ മനസ്സിൽ എന്ത് പറയണം? ഈ ഒരു ഭക്ഷണം, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ 2 ചിപ്സ് കഴിക്കുകയാണ്. അപ്പൊ ആ ചിപ്സ് കഴിക്കുമ്പോൾ ഇതിന് കഴിച്ചാൽ എന്റെ തടി കൂടുമോ എന്ന് ചിന്തിക്കുക. നിങ്ങൾ എന്ത് ചിന്തിക്കാൻ? ഈ ഒരു ഭക്ഷണം കഴിച്ചാലും എനിക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും, എനിക്ക് പെർഫെക്റ്റ് ബോഡി ഇരിക്കാൻ പറ്റുമെന്നല്ല, ഞാൻ പെർഫെക്റ്റ് ബോഡി വെയിറ്റിലാണ് എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കും. എന്ത് ഭക്ഷണം കഴിച്ചാലും അതിനകത്തേക്ക് നല്ല വൈബ്രേഷൻ ഇട്ട് കൊടുക്കുക. നേരത്തെ അഫർമേഷൻ പറഞ്ഞതില്ലേ, അതുപോലെ പറയാം, ഞാൻ കഴിക്കുന്ന ഭക്ഷണം അമൃതാണ്, ഇതെന്നെ പെർഫെക്റ്റ് ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഏത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. എന്ന് വിചാരിച്ച് ഫാസ്റ്റ് ഫുഡ് വലിച്ചുവാരി കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ട്, നെഗറ്റീവായിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ ഫുഡിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ പിന്നെ ആ ഭക്ഷണം കഴിച്ചാൽ ഒബ്വിയസ്ലി നമുക്ക് വെയിറ്റ് കൂടുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അലൈൻമെന്റിലാണെങ്കിൽ എപ്പോഴും നമ്മൾ ഫുഡ് എൻജോയ് ചെയ്ത് മാത്രമേ കഴിക്കുള്ളൂ, ആസ്വദിച്ച് മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആവശ്യത്തിനുള്ള ഫുഡ് എടുക്കുക. ആ ഫുഡ് എടുത്തിട്ട് അതിന്റെ വൈബ്രേഷൻ ഹീൽ ചെയ്യുക, അതിനകത്ത് പോസിറ്റീവ് എനർജി കൊടുക്കുക, ഹോപ്പോണോപ്പോണോ പ്രെയർ ചെയ്ത് അതിന്റെ വൈബ്രേഷൻ ഹീൽ ചെയ്യുക. ആവശ്യത്തിനുള്ള ഫുഡ് എടുത്ത് അത് ടേസ്റ്റ് ചെയ്ത് നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കുക. ഭക്ഷണത്തിൽ കൂടുതൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. വല്ലപ്പോഴും ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കേണ്ടി വല്ലപ്പോഴും ഒക്കെ നമുക്കത് കഴിക്കുന്നതിൽ യാതൊരു തെറ്റില്ല. പക്ഷെ അതൊക്കെ കഴിക്കുമ്പോൾ അതിനകത്തേക്ക് ഇത് കഴിച്ച് എന്റെ തടി കൂടുമോ എന്നുള്ളൊരു തോട്ട് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യാം? ഞാൻ എന്ത് ഭക്ഷണം കഴിച്ചാലും പെർഫെക്റ്റ് ബോഡി വെയിറ്റിലായിരിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അതിനകത്ത് കൊടുത്തുകൊണ്ട് നമ്മൾ കഴിക്കണം. കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയ്യിലേക്ക് എടുത്തു വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഡേറ്റ മുഴുവൻ ഓർമ്മ വരും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഇതിനകത്ത് എത്ര ഫാറ്റ് ഉണ്ട്, ഇതിനകത്ത് ഇത്ര ഇതുണ്ട്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ വെയിറ്റ് കൂടും എന്നുള്ള ആ ഒരു നെഗറ്റീവ് ചിന്തയോട് കൂടിയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി വെയിറ്റ് കൂടുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി എപ്പോഴും ഭക്ഷണം കഴിക്കാൻ കയ്യിലേക്ക് എടുത്തു വെച്ചാലും നമ്മൾ അതിനകത്തേക്ക് അഫർമേഷൻ ആയിട്ട് പറയേണ്ടത് എന്താണ്? ഞാൻ കഴിക്കുന്ന ഭക്ഷണം അമൃതാണ്, ഇതെന്നെ പെർഫെക്റ്റ്ലി ഹെൽത്തി ആക്കി വെക്കും, അതുപോലെ തന്നെ എനിക്ക് പെർഫെക്റ്റ് ബോഡി വെയിറ്റ് തരുന്നതിന് നന്ദി എന്ന അഫർമേഷൻ ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കും. ഇനി നിങ്ങൾക്ക് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എടുക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് സ്റ്റൈൽ കോച്ചിന്റെ സഹായം എടുക്കണം. അപ്പൊ നമ്മൾ ഈ അഫർമേഷൻ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് എങ്ങനെയാ വെയിറ്റ് കുറയുന്നത് വെച്ചാൽ, നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ യൂട്യൂബിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും പിന്നെ ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ കൺമുന്നിൽ വരും, അല്ലെങ്കിൽ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ കോച്ചിന്റെ ഒരു ഹെൽപ്പ് എടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എല്ലാം നല്ലതാണ്. പക്ഷേ എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ അവർ തോട്ട്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ വെയിറ്റ് കുറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ തോട്ട് പ്രോസസ് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. സെൽഫ് ലവ് കൂട്ടുക. നിങ്ങളെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. ഏത് രൂപത്തിലാണോ നിങ്ങൾ എന്നുള്ളത് ആ രൂപത്തിൽ നിങ്ങളെ സ്നേഹിക്കുക. കുറച്ച് തടി കൂടുതലായാലും നിങ്ങളോടുള്ള സ്നേഹം കുറയ്ക്കരുത്. സെൽഫ് ലവ് കൂട്ടുക, നിങ്ങളെ ഇഷ്ടപ്പെടുക. നിങ്ങളിപ്പോ നിങ്ങളുടെ ആവശ്യമുള്ള പെർഫെക്റ്റ് ബോഡി വെയിറ്റിലാണെന്ന് ഓരോ നിമിഷവും ചിന്തിക്കുക. ഭക്ഷണം, അതിലേക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുക, അതിലേക്ക് വേണ്ടുന്ന വൈബ്രേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എക്സസൈസോ വർക്കൗട്ടോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ അതൊരു ഫൺ പ്രോസസ് ആയിട്ട്, അതെനിക്ക് തടി കുറയ്ക്കാനാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അവിടെയാണ് ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നത്. മനസ്സിലാവുന്നു? അത് നിങ്ങൾക്ക് ജിമ്മിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യോഗയോ മറ്റേ സൂംബ വർക്കൗട്ട് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യും. അതൊക്കെ ചെയ്യുമ്പോൾ ഡെയിലി നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നമ്മൾ അത് എൻജോയ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊരു ഫൺ പ്രോസസ്, ഒരു ഡെയിലി റൊട്ടീൻ പോലെ അതിങ്ങനെ പോട്ടെ. ഓരോ ദിവസവും ഇങ്ങനെ ചെന്നിട്ട് വെയിങ് മെഷീനിൽ കയറി നിന്ന് കസർത്ത് കാണിക്കുന്നതൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. വെയിങ് മെഷീനിൽ കയറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ബോഡി വെയിറ്റ് ആയതായിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് അഫർമേഷൻ ആയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഡെയിലി നിങ്ങൾ അഫർമേഷൻ ആയിട്ട് എഴുതുക. അഫർമേഷൻ ആയിട്ട് എഴുതേണ്ട എന്താണ്? ഐ ആം ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ഇൻ മൈ ഡാഷ് kg ബോഡി വെയിറ്റ്. എല്ലാവരും എഴുതി വെച്ചു. ഐ ആം ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ഇൻ മൈ ഡാഷ് kg ബോഡി വെയിറ്റ്. താങ്ക് യു യൂണിവേഴ്സ്. എല്ലാവരും എഴുതി വെച്ച് ഐ ആം ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ഇൻ മൈ ഡാഷ് kg ബോഡി വെയിറ്റ്. താങ്ക് യു യൂണിവേഴ്സ്. എല്ലാവരും അഫർമേഷൻ ആയിട്ട് ദിവസവും ഇത് എഴുതുക. നിങ്ങൾ എല്ലാ ദിവസവും സമയം കിട്ടുന്നതിനനുസരിച്ച് ഐ ആം ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ഇൻ മൈ ഡാഷ് kg ബോഡി വെയിറ്റ് എന്ന അഫർമേഷൻ ആയിട്ട് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ പിന്നെ 555 ടെക്നിക്കിൽ ഒരു 55 ടൈംസ് ഒരു 5 ഡേയ്സ് എഴുതിയിട്ട് അതിനെങ്കിലും ലെറ്റ് ഗോ ചെയ്യാം അഫർമേഷൻ. അതെല്ലാം നിങ്ങൾക്ക് ഡെയിലി ഒരു 5-10 തവണ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഡെയിലി അത് എഴുതിക്കൊണ്ടിരിക്കണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തോളുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, മറ്റൊരു രീതിയിൽ അഫർമേഷൻ ഇങ്ങനെ എഴുതാം. താങ്ക് യു ഫോർ മൈ പെർഫെക്റ്റ് ബോഡി വെയിറ്റ്. താങ്ക് യു യൂണിവേഴ്സ് ഫോർ മൈ പെർഫെക്റ്റ് ബോഡി വെയിറ്റ്. പെർഫെക്റ്റ് ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലും ഇല്ല, കുറവുമില്ല. കറക്റ്റ്.
ഇനി അണ്ടർ വെയിറ്റ് ഉള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് തീരെ ഇല്ല, നിങ്ങൾക്ക് വേണ്ട അത്രയും വെയിറ്റ് ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, നിങ്ങൾ പെർഫെക്റ്റ് ബോഡി വെയിറ്റിലേക്ക് എത്തി. നിങ്ങൾ വെയിങ് മെഷീനിൽ കയറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ബോഡി വെയിറ്റ് ആണോ വേണ്ടത് ആ ബോഡി വെയിറ്റിലേക്ക് എത്തിയതായിട്ട് നിങ്ങൾ കാണുക, അത് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് നമുക്ക് എത്ര ശരീരഭാരമാണോ വേണ്ടത് അത് വന്നതായിട്ട് മനസ്സിൽ എപ്പോഴും ചിന്തിക്കുക. നടപ്പിലും പോക്കിലും വരവിലെല്ലാം ആക്ട് ആസ് ഇഫ് നിങ്ങൾ ആക്ട് ചെയ്യുക, അതില് ആ ഒരു വെയിറ്റിലേക്ക് എത്തിച്ചേർന്നായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വാവ്, ഇപ്പൊ നീ കറക്റ്റ് പെർഫെക്റ്റ് ബോഡി വെയിറ്റിലേക്ക് എത്തി, ഇത്രയും കറക്റ്റ് ആണ്, സൂപ്പറാണ്, നീ ഈ ഡ്രസ്സിൽ അടിപൊളിയായിരിക്കുന്നു, സൂപ്പർ ആയിരിക്കുന്നു, സുന്ദരിയായിരിക്കും. ഇനി സൗന്ദര്യമുള്ളവരായി മാറാൻ എന്ത് ചെയ്യാം? നമുക്ക് സെയിം ഇത് ഉപയോഗിക്കാം. ഏതാണ്? നമുക്ക് പിന്നെ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ്, നീ ഇപ്പൊ ഭയങ്കര സുന്ദരിയെ, നിന്നെ കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലോ, നീ ഭയങ്കര സുന്ദരനായല്ലോ, നിന്റെ സൗന്ദര്യം കൂടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ സിൽവർ മെമ്പർഷിപ്പിൽ ടീച്ചർ ഫേസ് യോഗ പഠിപ്പിക്കുന്നുണ്ട്. ഫേസ് യോഗ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് 7 കിലോ 8 കിലോ വെയിറ്റ് ഒക്കെ പിന്നെ പെർഫെക്റ്റ് വെയിറ്റിനെക്കാട്ടി കുറവായിരുന്നു, വെയിറ്റ് കുറവായിരുന്നു. ആ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്ത് കറക്റ്റ് പെർഫെക്റ്റ് വെയിറ്റിലേക്ക് എത്തിയ കഥ പലരും ഷെയർ ചെയ്യാറുണ്ട്. ചിലർക്ക് ഓവർ വെയിറ്റ് ആയിരുന്നവർ വെയിറ്റ് കുറഞ്ഞ് അവർ പെർഫെക്റ്റ് വെയിറ്റിലേക്ക് എത്തിയതായിട്ട് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് യോഗ സൂപ്പറാണ്, അതും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പിന്റെ മെയ് മന്ത് പ്രാക്ടീസ് മെയ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗോൾഡ് മെമ്പർഷിപ്പ് മെയ് 6 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ സിൽവറിൽ ഫേസ് യോഗ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെർഫെക്റ്റ് ബോഡി വെയിറ്റിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും മനസ്സിൽ നിങ്ങൾ ആ ഡിസൈഡ് ബോഡി വെയിറ്റിലാണ് എന്നുള്ള ചിന്ത ആവർത്തിച്ച് മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞ് അതായിത്തീരും. പിന്നെ എപ്പോഴും ഹാപ്പി ആയിരിക്കുക. ടീച്ചർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സന്തോഷത്തോടെ ഇരിക്കുക. നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടക്കണമെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക, ആക്ട് ചെയ്യുക. നമ്മൾ ആഗ്രഹിക്കുന്ന ബോഡി വെയിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞതായിട്ട് ആക്ട് ചെയ്ത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ,